മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വേദനാജനകമായിട്ടുള്ള ഒരു മൊബൈൽ സന്ദേശം ഓരോ മലയാളിയായ ഹിന്ദു പെൺകുട്ടിയും ശ്രദ്ധയോടുകൂടി ജീവിക്കണമെന്ന് ഒരു സന്ദേശം നൽകുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക. ഓരോ ഹിന്ദു പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ ട്രാപ്പിലാകരുത്. ജീവിതത്തിൽ നന്മ നിറഞ്ഞ ആരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് വിവാഹ ജീവിതം നയിക്കുക. പക്ഷേ നിങ്ങളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനും മതപരമായിട്ട് ചൂഷണം ചെയ്യാനും നിങ്ങളെ തീവ്രവാദികളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനുമുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെ കരുതിയിരിക്കുക. ഞാനത് അതേപോലെ വായിക്കാം. ISISന് ലൈംഗിക അടിമകളാക്കാൻ മലയാളി പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നു. ലക്ഷ്യമിടുന്നത് 1000 യുവതികളെ. പെൺകുട്ടികൾ സൂക്ഷിക്കുക. ലോകം പിടിച്ചടക്കാൻ വിശുദ്ധ പോരാട്ടത്തിന് ഇറങ്ങുന്ന ISIS പോരാളികൾക്ക് മലയാളി പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കാൻ റിക്രൂട്ട്മെന്റ് നടത്താൻ ISന്റെ ഇന്ത്യയിലും സ്ലീപ്പർ സെൽ അഫ്ഗാനിസ്ഥാനിലും യമനിലേക്കും കടന്ന മലയാളികൾ അടക്കമുള്ളവരാണ് മലയാളി പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് സൂചന. മലയാളി പെൺകുട്ടികളെ ISന്റെ ലൈംഗിക അടിമകളായി റിക്രൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് IS ദക്ഷിണേന്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ചുള്ള സന്ദേശം കണ്ടെത്തിയത്. വാട്സപ്പ് സന്ദേശത്തിന്റെ ഉള്ളടക്കം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. വിദേശ രാജ്യത്തുള്ള ഒരു മലയാളിയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ആതിരയെ മുസ്ലിമാക്കി യമനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടും സത്യസരണയും മലയാളി പെൺകുട്ടികളെ തീവ്രവാദികളാക്കുന്ന SDPIയുമാണ്. അഖിലയുടെ മതം മാറ്റവും വിവാഹവും ഹൈക്കോടതി ഇടപെടലും വിവാദമായിരിക്കെ പോപ്പുലർ ഫ്രണ്ടിനെയും സത്യസരണയെയും SDPIയും പ്രതിക്കൂട്ടിലാക്കി യുവതിയുടെ വെളിപ്പെടുത്തൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് യുവതി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സത്യസരണയും ചില മുജാഹിദ് നേതാക്കളും തന്നെ എമർജൻസി പാസ്പോർട്ട് എടുത്ത് യമനിലേക്ക് കടത്താൻ ശ്രമിച്ചെന്നും യുവതി തുറന്നു പറയുന്നു. തന്നെ മതം മാറ്റാനെത്തിയ നൌഫലിനെ കുറിച്ച് പിന്നീട് അറിഞ്ഞപ്പോഴാണ് താൻ കുരുക്കിലായ വിവരം മനസ്സിലാക്കിയത്. ഇതോടെ മാതാപിതാക്കൾക്കൊപ്പം പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും കാഫീറുകളാണെന്നും അവരെ അനുസരിക്കരുതെന്നും ഉൾപ്പെടെയുള്ള സത്യസരണയിൽ നിന്ന് പഠിച്ചിരുന്നത്. താൻ ജോലി ചെയ്യാനെത്തിയ സ്ഥാപനത്തിന്റെ ഉടമയിൽ നിന്ന് നിഷ് ഓഫ് ട്രൂത്തിന്റെ നൗസൽ കുരുക്കൾ എന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുകയായിരുന്നു. ഇസ്ലാം മതത്തെ ഏറെ ഇഷ്ടപ്പെട്ട എന്നെ ഒരു ജിഹാദിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് യമനിലേക്ക് കടത്തുന്നതിനായി എമർജൻസി പാസ്പോർട്ട് എടുപ്പിക്കുകയും ധൃതി പിടിച്ച് ഐഷയാക്കി മാറ്റിയതിനും പിന്നിലെ ബുദ്ധി കേന്ദ്രം നൗഫലാണ്. വീട്ടുകാരുടെ എതിർപ്പോടെ മതം മാറുമ്പോൾ വിവാഹം കഴിക്കണം എന്ന എന്നെ ഏറെ നിർബന്ധിച്ചു. അതിനായി ഒരു മുജാഹിദുകാരൻ നൗഫലിന്റെ നിർദ്ദേശപ്രകാരം എന്റെ പിന്നാലെ പ്രണയം നടിച്ചു കൂടിയിരുന്നു. അന്ന് ഞാൻ വിവാഹത്തിന് സമ്മതം മൂളിയിരുന്നേൽ ഇന്ന് ഹാദിയായുടെ അഖിലയുടെയും അവസ്ഥ ആകുമായിരുന്നു എന്ന് ആദ്യമായി തുറന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അതേസമയം വിവാദ വെളിപ്പെടുത്തലുകളോട് പ്രതികരിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റി തീവ്രവാദ പ്രവർത്തനത്തിലേക്കായി കടത്തുന്നു എന്നുള്ള സംഘപരിവാർ പ്രചരണം ഇതോടെ സത്യമാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മതം മാറ്റുന്ന സ്ഥാപനമായ സത്യസരണയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും കാര്യമായി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തതും ദുരൂഹതയുണർത്തുന്നു. ജോലിക്ക് കയറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാന്യമായ സംസാരത്തോടെ നമസ്കാരം ചൊല്ലി നൗഫൽ കുരുക്കൾ എന്റെ ഫോണിലേക്ക് വിളിച്ചു. തൗഫീഖ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞതോടെ ഞാൻ സംസാരിക്കാൻ തയ്യാറായി. ഇസ്ലാം മതത്തെ ഇഷ്ടമുള്ള ഹിന്ദു പെൺകുട്ടിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്തുകൂടി. കാഫീറുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചെല്ലാം വായിച്ച് ഒരുപാട് പേടി തോന്നി. അച്ഛനും അമ്മയും ഇസ്ലാമിൽ വിശ്വസിക്കാതെ കാഫീറുകളായി മരിച്ചു പോകുമല്ലോ, അവരെ എങ്ങനെയെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അന്നാണ് തോന്നലുണ്ടായത്. താൻ യമനിൽ പോയി മതപരിവർത്തനം നടത്തുന്നതിലുള്ള ആളാണെന്നും നൗഫൽ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു. യഥാർത്ഥ മതപഠനം ഉള്ളത് യമനിലാണ്, അത് യമനിൽ പോയി തന്നെ പഠിക്കണമെന്നും നൗഫൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കും താല്പര്യം തോന്നി. യമനിൽ പോണം, മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നൊക്കെ. നബിയുടെ പാരമ്പര്യക്കാരെ
പാരമ്പര്യക്കാരൊക്കെ യമനിലാണെന്ന് അയാൾ പറഞ്ഞത്. അങ്ങനെ നൗഫലാണ് എനിക്ക് എമർജൻസി പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നത്. ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഓഫീസിലെ ഒരു ആവശ്യത്തിനായി പാസ്പോർട്ട് വേണമെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞപ്പോൾ വെരിഫിക്കേഷൻ അച്ഛനും വന്നു. മതം മാറണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മാറുന്നത് എന്നുള്ള സത്യവാങ്മൂലം വേണം. ഇത് തയ്യാറാക്കാനായി നൗഫലും അവരുടെ ഭാര്യയും കൂടി കാറിൽ മഞ്ചേരി സത്യസരണിയിൽ പോയി. പിന്നീട് സത്യസരണിയും SDPI നേതാക്കളുമാണ് കാര്യങ്ങൾ നീക്കിയത്. ഏതായാലും കേരളത്തിലെ മതം മാറ്റ ചർച്ചകളുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലവ് ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികളെ മതം മാറ്റുന്ന സംഭവത്തിൽ കേരളത്തിൽ കോടതി കയറുന്നതിനിടെയാണ് ഇപ്പോൾ IS-ലേക്കുള്ള മലയാളികളെ എത്തിക്കണമെന്നുള്ള പോസ്റ്റുകളുമായി വാട്സപ്പ് സന്ദേശം പ്രചരിച്ചത്. കേരളത്തിൽ നിന്നുള്ള 1000 പെൺകുട്ടികളെ സിറിയയിലും യമനിലും നടക്കുന്ന ജിഹാദി പോരാട്ടങ്ങൾക്കായിട്ട് വിട്ടു നൽകണമെന്ന നിർദ്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. പ്രണയക്കെണിയിൽ പെൺകുട്ടികളെ പെടുത്തി മതം മാറ്റിയ ശേഷം ഇവരെ മതപഠനത്തിനെന്ന പേരിൽ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും യമനിലേക്കും കയറ്റി അയക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിക്കുന്നത്. മലപ്പുറത്തും കായംകുളത്തും മംഗലാപുരത്തും പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രങ്ങളിലൂടെ പെൺകുട്ടികളെ IS ക്യാമ്പിൽ എത്തിക്കുന്നതിനാണ് പദ്ധതി. ഇത്തരത്തിൽ പെൺകുട്ടികളെ എത്തിക്കുമ്പോൾ മതപഠന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർക്ക് പോലും പലപ്പോഴും മതം മാറ്റുന്ന പെൺകുട്ടികളെ IS-ന്റെ ഭാഗമാക്കാൻ പോവുകയാണെന്ന് പലപ്പോഴും ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിലെ ആളുകൾക്ക് പോലും മനസ്സിലായിരുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. IS-ന് കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കും പണം നൽകുന്ന വിദേശത്തുള്ള മുസ്ലിം യുവാവാണ് ഇപ്പോൾ IS-ന്റെ കേരളത്തിലെ റിക്രൂട്ടിംഗ് ഏജന്റാണെന്ന് കൃത്യമായ സൂചന ലഭിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ച വരികൾ ഉൾപ്പെടെയുള്ളതാണ്. നമ്മളുടെ പെൺമക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുക. സനാതന ധർമ്മ മൂല്യങ്ങൾ പഠിക്കാത്ത പെൺകുട്ടികൾ അനുഭവിക്കുന്നതാണ് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളിലേക്കുമുള്ള പ്രയാണം. രാഷ്ട്രീയക്കാരെന്നും അവർക്ക് ഒത്താശ ചെയ്യുകയുള്ളൂ. പോലീസുകാര് ഭരണാധികാരികളുടെ കയ്യിലെ ആയുധമോ ഉപകരണമോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അത് മതത്തിന്റെ പേരിലായാലും തീവ്രവാദത്തിന്റെ പേരിലായാലും സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ആര് വന്നാലും ശരി, ഭരണാധികാരികളുടെയോ നിയമപാലകരുടെയോ സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കില്ല. അഥവാ ലഭിച്ചാൽ തന്നെ നിങ്ങളുടെ മക്കളെ അതേ രൂപത്തിൽ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഓർമ്മിക്കുക, മാനസിക രോഗികളും മതഭ്രാന്തരും തീവ്രവാദത്തോട് ആഭിമുഖ്യമുള്ളവരും ഏതെല്ലാം ചിന്താധാരകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയാൽ നിങ്ങളുടെ മാതാപിതാക്കളെ, ഹിന്ദു മാതാപിതാക്കളെ, നിങ്ങളുടെ ജന്മം അത് എന്നും എന്നും വെറി പിടിച്ചതായിരിക്കും. കമ്മ്യൂണിസത്തിന്റെയോ നിരീശ്വരവാദത്തിന്റെയോ യുക്തിവാദത്തിന്റെയോ പടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഓർമ്മിക്കുക, നേതാക്കന്മാരായ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും നിരീശ്വരവാദികളും അവരുടെ മക്കളെ നല്ല രീതിയിൽ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ മക്കളെ തെരുവിലിറക്കി മുദ്രാവാക്യം വിളിച്ച് ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം ഒരിക്കലും മായാത്തതായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.